ഈ ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും ധാരാളം പീഡനങ്ങളും യാതനകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം തന്റെ സമുദായത്തിനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തിനെതിരെ പ്രാർത്ഥിച്ചുവെങ്കിൽ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സമുദായത്തിനെതിരെ പ്രാർത്ഥിച്ചുവെങ്കിൽ, അതുപോലെ ലോകത്ത് വന്ന സകല പ്രവാചകന്മാരും പ്രാർത്ഥിച്ചുവെങ്കിൽ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തന്റെ സമുദായത്തിനെതിരെ പ്രാർത്ഥിച്ചിട്ടില്ല. തന്റെ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, തന്റെ സമുദായത്തിൽ ഒരാൾ നന്നാവലാണ് എല്ലാവരും നശിക്കുന്നതിനേക്കാളും എനിക്ക് ഏറെ പ്രിയമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതാ തോയിഫിന്റെ മണ്ണിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ കുടുംബത്തിന്റെ അടുക്കലേക്ക് പോയപ്പോഴാണ് അവിടെ നിന്ന് കൂകി വിളിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സല്യം ചെയ്തിട്ട് കുറെ മോശമായ പ്രവർത്തനങ്ങളുമായിട്ട് മോശമായ ചില കുട്ടികൾ രംഗത്ത് വന്നപ്പം മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് വന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയേ, ഈ സമുദായത്തെ ഞാൻ അങ്ങ് നശിപ്പിക്കട്ടെയോ? ഈ വലിയ മലകൾ ഞാൻ അവരുടെ മുകളിലേക്ക് ഇട്ടവരെ നശിപ്പിക്കട്ടെയോ നബിയേ? അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, അവരുടെ സമുദായത്തിൽ നിന്നും ഒരാളെങ്കിലും ഇസ്ലാമകലാണ് എനിക്ക് അവരെ നശിപ്പിക്കുന്നതിനേക്കാളും ഏറെ പ്രിയമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയായ ആയിഷ ഉമ്മ പറയുന്നത് കാണാം, എന്റെ ഊഴത്തിലുള്ള ഒരു രാത്രി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടൊപ്പം കിടക്കുന്നു. പക്ഷേ പാതിരാത്രിയായപ്പോൾ മുത്തുനബിയെ കണ്ടില്ല. ഞാൻ മുത്തുനബിയെ അന്വേഷിച്ചു, എവിടെയാ നബി? മുത്തുനബി എന്നോടൊപ്പം കിടന്നതല്ലേ, ഇപ്പം കാണുന്നില്ലല്ലോ. ചെന്ന് നോക്കുമ്പം ജന്നത്തുൽ ബഖീൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൃത്തത്തിലായിട്ടും സുജൂദിലായിട്ടും റുകൂഇലായിട്ടും ഒക്കെ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിലെല്ലാം ഉമ്മത്തി, നബി തങ്ങൾ തന്റെ സമുദായത്തെ വിളിക്കുകയാണ്, എന്റെ സമുദായമേ, എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്, എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ മുഴുവനും ഉമ്മത്തിനെ ഓർത്ത് കരയുകയാണ്. ആയിഷ ഉമ്മ ചോദിച്ചു, ഓ നബിയേ, അനസീതൽ ഖുർആന ലിഅജൽ ഉമ്മത്തി, ഈ ഉമ്മത്തിന്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ ഖുർആൻ തന്നെ മറന്നുപോയോ? നിസ്കരിക്കുമ്പം ഫാത്തിഹ ഓതുന്നതിന് പകരം അല്ലെങ്കിൽ സൂറത്ത് ഓതുന്നതിന് പകരം നിങ്ങൾ എപ്പോഴും ഉമ്മത്തി ഉമ്മത്തി എന്തിനാ നബി ഇങ്ങനെ വിളിക്കുന്നത്? ഖുർആനൊക്കെ മറന്നുപോയോ? അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പറഞ്ഞത്, മാദുന്തു ഹയാതൻ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്റെ ഉമ്മത്തിനെ ഞാൻ മറക്കൂല, എന്റെ സമുദായത്തിനെ ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. ഞാൻ ഖബറിലേക്ക് എത്തിയാലും എന്റെ സമുദായത്തിന്റെ കാര്യത്തിൽ ഇടപെടും. എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ കണ്ടിട്ട് ഞാൻ ഏറെ ആസ്വദിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമുദായത്തിൽ ഒരാളെങ്കിലും നരകത്തിലേക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതുപോലൊരു നേതാവ് വേറെ എവിടെ കിട്ടാനാണ്? നമ്മുടെ നേതാവല്ലാതെ, നമ്മുടെ പ്രവാചകനല്ലാതെ വേറൊരു പ്രവാചകൻ എങ്ങനെ എത്തിക്കാൻ സാധിക്കുമോ? അത്രത്തോളം മഹബ്ബത്ത് പ്രകടമാക്കിയ നേതാവാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെ, മുള്ളുകൾ വിതറിയ വഴിയിലൂടെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും തന്റെ സമുദായത്തിനെതിരെ പ്രാർത്ഥിക്കാത്ത ഏക പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ആണ്ട് ജന്മദിനമാണ് നമ്മളിലേക്ക് സമാഗതമാകുന്നത്. കഴിവിന്റെ പരമാവധി നമ്മൾ ആ നബിയോട് മഹബ്ബത്ത് പ്രകടിപ്പിച്ച് സുന്നത്തുകൾ പൂർണ്ണമായും പിൻപറ്റുക. അത് മുഖേന നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
കൽബിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ, കരൾ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ, കാത്തുകിടക്കാം ഞാൻ കനിയെ കനവിൽ വന്നൂടെ, രാവിൽ വന്നൂടെ, എന്റെ കൽബിലണഞ്ഞൂടെ.